ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുനിവാസത്തിലെ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും വേർതിരിക്കുന്ന തിരശീലയും പ്രവേശന തിരശീലയും നിർമ്മിച്ചതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായനാ ധ്യാനത്തിൽ പറയുന്നത്. ഈ ഭാഗത്തിൻ്റെ ആത്മീയ സന്ദേശം വിശുദ്ധ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ വിശുദ്ധിയും ഭക്തിയും ആവശ്യമാണ് എന്നതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ്റെ ഇന്നത്തെ അനുദിന പ്രഭാത തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവസന്നിധി വിശുദ്ധമാണ്, അതിലേക്ക് പ്രവേശിക്കുന്ന ജീവിതവും വിശുദ്ധമായിരിക്കണം എന്ന സത്യമാണ്. സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ പുതിയ ദിനത്തിന് ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ വിശുദ്ധ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. പ്രാർത്ഥനയിലും വിശ്വാസത്തിലും അങ്ങയോട് കൂടുതൽ അടുത്തു വരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. പുറപ്പാട് പുസ്തകം 36 അധ്യായം 35 മുതൽ 38 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് അവൻ ഒരു തിരശീലയുമുണ്ടാക്കി. നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായ കെരൂബുകൾ ഉള്ളതായി അതിനെ ഉണ്ടാക്കി. അതിന് ഖദിരമരം കൊണ്ട് 4 തൂണുമുണ്ടാക്കി. പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അവയുടെ കൊളുത്തുകൾ പൊന്നുകൊണ്ടായിരുന്നു. അവയ്ക്ക് വെള്ളി കൊണ്ട് 4 ചുവട് വാർപ്പിച്ചു. കൂടാരത്തിൻ്റെ വാതിലിന് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽക്കാരൻ്റെ പണിയായ ഒരു മറശ്ശീലയും അതിന് 5 തൂണും അവയ്ക്ക് കൊളുത്തുമുണ്ടാക്കി. അവയുടെ കൊമിഴുകളും മേൽ ചുറ്റികപ്പടിയും പൊന്നുകൊണ്ട് പൊതിഞ്ഞു. എന്നാൽ അവയുടെ ചുവട് 5 താമ്രം കൊണ്ടായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ഈ തിരുവചന ഭാഗത്തിൽ തിരുനിവാസത്തിൻ്റെ ഏറ്റവും വിശുദ്ധമായ ഭാഗത്തെ വേർതിരിക്കുന്ന അതിമനോഹരമായ ഒരു തിരശീല നിർമ്മിക്കപ്പെടുന്നതായി നാം കാണുന്നു. നീലയും ധൂമ്രവർണ്ണവും ചുവപ്പ് നിറവും വിശേഷാൽ നെയ്ത ചണവും കൊണ്ട് നിർമ്മിച്ച ഈ തിരശീല വിശുദ്ധതയുടെ പ്രതീകമായിരുന്നു. ഈ തിരശീല നമ്മെ ഒരു വലിയ ആത്മീയ സത്യത്തിലേക്ക് നയിക്കുന്നു. പാപം മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ വേർതിരിക്കുന്നു. എന്നാൽ കാൽവരി കുരിശിൽ യേശുക്രിസ്തു തൻ്റെ ജീവൻ സമർപ്പിച്ചപ്പോൾ ആലയത്തിലെ തിരശീല മുകളിൽ നിന്ന് താഴേക്ക് കീറപ്പെട്ടു. അത് ദൈവസന്നിധിയിലേക്കുള്ള വഴി എല്ലാവർക്കും തുറന്നുവെന്ന ആ മഹത്തായ സന്ദേശമാണ് അതിലൂടെ നൽകുന്നത്. ഇന്നു നമുക്ക് ഭയമില്ലാതെ ദൈവസന്നിധിയിലേക്ക് വരാം. എന്നാൽ വിശുദ്ധിയോടെയും വിനയത്തോടെയും അനുതാപത്തോടെയും കൂടി വരണം. നമ്മുടെ ജീവിതം തന്നെയാണ് ഇന്ന് ദൈവത്തിൻ്റെ ആലയം. അതുകൊണ്ട് നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും എപ്പോഴും ദൈവത്തിന് പ്രസാദകരമായിരിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ തലകളെ ദൈവം മുൻപാകെ വണങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ സാന്നിധ്യത്തിലേക്ക് ഞങ്ങളെ വിളിച്ചതിന് ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ. പാപത്തിൽ നിന്ന് അകന്ന് വിശുദ്ധിയിൽ നടക്കുവാൻ ശക്തി നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും ജോലികളെയും ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ. ഈ ദിവസം മുഴുവൻ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമാറാകണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമീൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ വിശുദ്ധ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞിരിക്കട്ടെ. അവിടുത്തെ സമാധാനവും കൃപയും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.